നമസ്കാരം, ഗസ്റ്റ് ടൈമിലേക്ക് ഏവർക്കും സ്വാഗതം. മൈൻഡ് പവർ ട്രെയിനറും ഒപ്പം സെലിബ്രിറ്റി കോച്ചും ബിസിനസ് കോച്ചുമായിട്ടുള്ള സുജ ആർ മോഹനാണ് ഇന്നത്തെ ഗസ്റ്റ് ടൈമിലെ അതിഥി. സ്വാഗതം മാഡം. താങ്ക് യു സോ മച്ച്. കേരളത്തിലെ തന്നെ ആദ്യത്തെ ഒരു വനിതാരത്നമാണ് ഈ മേഖലയിലേക്ക് കടന്നു വരുന്നത്. സ്വാഭാവികമായിട്ടും ഇത്രയും ആണുങ്ങൾക്കിടയിൽ ചെന്ന് സംസാരിക്കുക, ഒരുപാട് പേരെ ഇൻഫ്ലുവൻസ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഒരു സ്ത്രീ ആദ്യമായിട്ട് ഈ മേഖലയിൽ കടന്നു വരുമ്പോൾ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും, വെല്ലുവിളികൾ. അപ്പം അതെന്തൊക്കെയായിരുന്നു, അതോടൊപ്പം തന്നെ എങ്ങനെ ഈ മേഖലയിലേക്ക് കടന്നു വന്നു എന്നുള്ളത് നമുക്ക് ആദ്യം പറയാം. ഓക്കെ, അപ്പോൾ ഈ മേഖലയിലേക്ക് കടന്നു വരാനുള്ളൊരു റീസൺ എന്ന് പറയുന്നത് എൻ്റെ ലൈഫിലുണ്ടായ ഒരു വലിയ എക്സ്പീരിയൻസ് ആണ്. കാര്യം ഞാൻ എൻ്റെ ലൈഫിൽ വലിയൊരു ഇഷ്യൂയിലൂടെ കടന്നു പോകുന്ന സമയത്താണ് മൈൻഡ് പവറിനെ കുറിച്ച് അറിയുന്നതും അത് ഞാൻ എൻ്റെ ലൈഫിൽ അപ്ലൈ ചെയ്തിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ റിസൾട്ട് കിട്ടാൻ തുടങ്ങിയപ്പോൾ പല സ്റ്റുഡൻസും എന്നെ സമീപിച്ച് എനിക്ക് ഇത് പഠിപ്പിച്ച് തരാമോ, ഞങ്ങൾക്ക് ഇത് പഠിപ്പിച്ച് തരാമോ എന്ന് എന്നോട് ചോദിക്കുകയും അങ്ങനെ ഞാൻ അവർക്ക് അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയും അങ്ങനെയാണ് ഞാൻ അറിഞ്ഞുകൊണ്ട് ഈ മേഖലയിലേക്ക് വന്നതല്ല. അപ്പോൾ ഈ ഒരു കോച്ചിങ് മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ എനിക്ക് മോഡൽ ചെയ്യാൻ മറ്റൊരു കോച്ചോ അങ്ങനെ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ആ ഒരു രീതിയിൽ കേരളത്തിൽ അന്ന് ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് ആദ്യമായിട്ടൊരു മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ ഇത് എന്താണ് എങ്ങനെയാണ് എന്നൊന്നും അറിയില്ല. അപ്പോൾ ഒരുപാട് ട്രയൽ ആൻഡ് എറർ നടത്തി നോക്കി കഴിഞ്ഞ 3 വർഷം കൊണ്ട് ലക്ഷക്കണക്കിന് സ്റ്റുഡൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനും അവരെ ഒരു പോസിറ്റീവായിട്ടുള്ള ലൈഫ് സ്റ്റൈലിലേക്ക് കൊണ്ടുവരാനായിട്ടും കഴിഞ്ഞു എന്നുള്ളതാണ് ഈ ഒരു മേഖലയിൽ എനിക്ക് ഏറ്റവും വലിയൊരു നേട്ടം എന്ന് പറയുന്നത്. ഇപ്പോൾ ജീവിതത്തിൽ ഉണ്ടായ ഒരു പ്രതിസന്ധി കാരണമാണ് ഈ മൈൻഡ് പവർ ട്രെയിനറിലേക്ക് കടന്നു വന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് പറയാം. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഒരാളുടെ ലൈഫിൽ കൂടെ ഗോ ത്രൂ ചെയ്ത് പോയാലേ അറിയാം അവരുടെ സിറ്റുവേഷൻ എന്താണെന്നുള്ളത്. ഉപദേശിക്കാൻ എല്ലാവർക്കും എളുപ്പമാണല്ലേ. അപ്പോൾ എന്താണ് ആ പ്രതിസന്ധി എന്നുള്ളത്? എൻ്റെ ലൈഫിൽ ഉണ്ടായൊരു ഇതെന്ന് പറയുന്നത് കൊറോണ സമയത്ത് എനിക്ക് എൻ്റെ ജോലി നഷ്ടപ്പെടുകയാണ്. അപ്പോൾ ആ സമയത്ത് തന്നെ എനിക്ക് നടുവിന് ഈ നെർവ് കംപ്രഷൻ എന്ന് പറയും വലിയൊരു അവസ്ഥയിൽ വന്ന് ഞാൻ കംപ്ലീറ്റ് ബെഡ് റിഡൻ സ്റ്റേജിലേക്ക് പോയി. അപ്പോൾ കേരളത്തിലെ എല്ലാ ന്യൂറോ സർജൻസും ഒരേ സ്വരത്തിൽ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ സർജറി ഇല്ലാതെ ഈ ഒരു അവസ്ഥ മറികടക്കുക എന്ന് പറയുന്നത് ഇമ്പോസിബിളാണ്. സർജറി ചെയ്താലും നിങ്ങൾക്ക് കംപ്ലീറ്റ് ഹീലിംഗ് ലഭിക്കില്ല, നിങ്ങൾക്ക് ജസ്റ്റ് ആ വേദനയിൽ നിന്നൊന്ന് മറികടക്കും. അപ്പം ഞാൻ ഈ കംപ്ലീറ്റ് ബെഡ് റിഡൻ അവസ്ഥയിൽ കിടക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി എങ്ങനെ ഞാൻ മുന്നോട്ട് പോകും. ആ സമയത്താണ് ഈ മൈൻഡ് പവറിനെ കുറിച്ച് ഞാൻ അറിയുന്നത്. ഞാൻ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചു, സെൽഫ് ഹെൽപ്പ് ബുക്സ് വായിച്ചു. അപ്പോൾ ആ ബുക്സിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് നമ്മുടെ മനഃശക്തി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ പരിപൂർണ്ണ ആരോഗ്യത്തിലേക്ക് എത്താൻ പറ്റുമെന്ന്. അങ്ങനെ ഞാൻ എൻ്റെ ലൈഫിൽ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് ഞാനത് അപ്ലൈ ചെയ്ത് നോക്കി. അങ്ങനെ ഞാൻ ഈ ഒരു സർജറിയിലേക്ക് പോകാതെ ഞാൻ ശരിക്കും പറഞ്ഞാൽ യൂണിവേഴ്സിനോട് ആവശ്യപ്പെട്ടത് എനിക്ക് ഈ ഒരു സർജറി ഒന്നുമില്ലാതെ എന്നെ ട്രീറ്റ് ചെയ്യുന്ന ഒരു ഡോക്ടറിലേക്ക് എന്നെ കണക്റ്റ് ആക്കുക എന്നുള്ളതാണ്. അങ്ങനെ യൂണിവേഴ്സ് എന്നെ ഒരു ആയുർവേദ ഡോക്ടറിലേക്ക് കണക്റ്റ് ആക്കിയും ഡോക്ടർ സനൽകുമാർ അദ്ദേഹത്തിൻ്റെ ആ ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലസ് മൈൻഡ് പവർ ഇത് രണ്ടും ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പരിപൂർണ്ണ ആരോഗ്യത്തിലേക്ക് എത്തി. എനിക്ക് പറഞ്ഞ ഒരു സർജറിയും ഒന്നുമില്ലാതെ തന്നെ ഞാൻ ആ ഒരു മാസം കൊണ്ട് തന്നെ പെർഫെക്റ്റ് ഹെൽത്തിലേക്ക് എനിക്ക് എത്താൻ പറ്റി. അപ്പോൾ എൻ്റെ ഒരു നോർത്ത് ഇന്ത്യൻ ഒരു മെൻറ്ററിൻ്റെ വീഡിയോസൊക്കെ ഞാൻ കാണുന്ന പതിവുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരോട് ഞാൻ ഈ സക്സസ് സ്റ്റോറി പറഞ്ഞപ്പോൾ പുള്ളിക്കാരുടെ ചാനലിൽ എൻ്റെ ഒരു ഇൻ്റർവ്യൂ എടുത്തു. ആ ഇൻ്റർവ്യൂ ഒരുപാട് പേര് കാണുകയും അങ്ങനെ അവർ അതിലൂടെ എന്നെ കണക്ട് ചെയ്ത് ഞങ്ങൾക്കും ഇതൊക്കെ പഠിപ്പിച്ച് തരുമോ എന്നുള്ളത് ചോദിച്ച് അങ്ങനെ ഞാനിത് എനിക്കറിയാവുന്ന അറിവുകൾ ഇവർക്ക് പഠിപ്പിച്ചു കൊടുത്ത് അങ്ങനെ ഹിന്ദിയിൽ സ്റ്റാർട്ട് ചെയ്തു. അവിടെ സൂപ്പർ ഹിറ്റായി. അങ്ങനെയാണ് പിന്നീട് ഞാൻ മലയാളത്തിലും ഇത് തുടങ്ങുമ്പോൾ ആശങ്കയുണ്ടായിരുന്നു, ആദ്യമായിട്ട് വരികയാണ്, എന്താണ് ഈ മേഖല ഒന്നും അറിയില്ല. പക്ഷേ സ്റ്റാർട്ട് ചെയ്തു, സൂപ്പറായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഓരോ ദിവസവും സക്സസ്സിന് മേലെ സക്സസ് വന്നുകൊണ്ടേയിരിക്കുന്നു. അതായത് മനഃശക്തി ഉണ്ടെങ്കിൽ ഏത് രോഗത്തെയും മറികടക്കാം. 100% ഇത് സീക്രട്ട് എന്ന് പറയുന്ന പുസ്തകത്തിൽ ഒരു മിറാക്കിൾ മാൻ്റെ സ്റ്റോറി പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് അത്രയേറെ വലിയ ഒരു കോമാ സ്റ്റേജിൽ നിന്നും വിത്തിൻ ഫ്യൂ ഡേയ്സ് അദ്ദേഹത്തിന് പെർഫെക്റ്റ് ഹെൽത്തിലേക്ക് എത്താൻ പറ്റുമെങ്കിൽ എനിക്കും പറ്റും എന്നുള്ള ആ ഒരു ഉറച്ച വിശ്വാസം. അപ്പോൾ നമ്മൾ ഉറച്ച് വിശ്വസിച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചിന്തിക്കുന്നോ നമ്മളതായിത്തീരുന്നു എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ എന്നെക്കൊണ്ട് ഒന്നിനും പറ്റില്ല, ഞാൻ ഈ അവസ്ഥയിൽ നിന്ന് മറികടക്കാൻ പറ്റില്ല എന്ന് നെഗറ്റീവായിട്ട് ചിന്തിച്ചാൽ പറ്റില്ല. നേരെ മറിച്ച് എന്തവസ്ഥയാണെങ്കിലും അതിൽ നിന്നൊക്കെ ഞാൻ കരകയറും, ഏത് പരീക്ഷണ ഘട്ടങ്ങളെ ഞാൻ തരണം ചെയ്യുമെന്നുള്ളൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റാണ് നമുക്കുള്ളതെന്നുണ്ടെങ്കിൽ എന്ത് സിറ്റുവേഷനെയും അതിജീവിച്ച് മുന്നോട്ട് വരാം. അങ്ങനെ പെർഫെക്റ്റ് ഹെൽത്ത് മാനിഫെസ്റ്റ് ചെയ്തു. പിന്നീട് റിലേഷൻഷിപ്പിൽ മൊത്തം പ്രശ്നങ്ങളായിരുന്നു. സ്വന്തം വീട്ടുകാർ, ഹസ്ബൻഡ് വീട്ടുകാർ, അങ്ങനെ കുറേയധികം ഇഷ്യൂസ് ഉണ്ടായിരുന്നു. റിലേഷൻഷിപ്പ് എല്ലാം ഈ ഒരു മൈൻഡ് പവർ യൂസ് ചെയ്തുകൊണ്ട് തന്നെ അത് ഹീൽ ചെയ്തു. അപ്പോൾ ഈ ഒരു കരിയറിലേക്ക് വന്നു, നല്ല രീതിയിൽ ക്ലിക്കായി. ഞാൻ പറഞ്ഞല്ലോ നമുക്ക് മോഡൽ ചെയ്യാൻ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു പരീക്ഷണങ്ങളിലൂടെ ആ കരിയറിൽ ക്ലിക്കായ എല്ലാ രീതിയിലും ഫുൾ ടൈം ഹാപ്പിനെസ്, 24/7 ഹാപ്പിനെസ് എന്ന് പറയുന്ന ഒരു ആശയം കേരളത്തിൽ തന്നെ സ്പ്രെഡ്
സ്പ്രെഡ് ചെയ്യാനായിട്ട് പറ്റി. അതുവരെ എല്ലാവർക്കും ഒരു ഏലിയൻ കൺസെപ്റ്റ് ആയിരുന്നു. ലൈഫ് എന്ന് പറയുമ്പോൾ സുഖദുഃഖ സമ്മിശ്രമാണ് ജീവിതം. ഇടയ്ക്കിടയ്ക്ക് സന്തോഷം വരും, ഇടയ്ക്കിടയ്ക്ക് ദുഃഖം വരും. സിറ്റുവേഷൻസിനനുസരിച്ചായിരുന്നു നമ്മുടെ സന്തോഷം പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് സിറ്റുവേഷൻ വന്നാലും ആ ഒരു ഹാപ്പിനെസ് നിലനിർത്താൻ ഞാൻ ഈ കഴിഞ്ഞ 3 വർഷം കൊണ്ട് അതെൻ്റെ ജീവിതത്തിൽ ചെയ്ത് കാണിച്ചുകൊണ്ട് നമുക്കെപ്പോഴും മോഡൽ ചെയ്യാൻ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ നമുക്ക് ആ വ്യക്തിയെ കണ്ടാൽ എനിക്ക് ഇന്ന വ്യക്തിയെ പോലെ ആകണം. അപ്പോൾ അവർക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. പ്രത്യേകിച്ച് നമുക്ക് പറയേണ്ട കാര്യമില്ല, അവർക്ക് തന്നെ മനസ്സിലാവും മാം ആ രീതിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെ ഇത്രയും പേരെ ഇൻഫ്ലുവൻസ് ചെയ്യാനും അവർക്കും ഈ പറഞ്ഞ പോലെ അതികഠിനമായിട്ടുള്ള ഡിപ്രഷൻ സ്റ്റേജിൽ കഴിഞ്ഞിരുന്നവർ പോലും പല എന്താ പറയുക സൈക്കാട്രിസ്റ്റിനെ കണ്ട് മെഡിസിൻ കഴിച്ചുകൊണ്ടിരുന്നവർ പോലും ഈ മൈൻഡ് പവർ ഞാൻ പഠിപ്പിച്ചു കൊടുത്ത് അത് പ്രാക്ടീസ് ചെയ്ത് ഇന്ന് ഒരു മെഡിസിനും ഇല്ലാതെ 24/7 ഹാപ്പിനെസ്സിലേക്ക് എത്തിയ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. അപ്പം നമുക്ക് ഏതൊരവസ്ഥയും തരണം ചെയ്ത് ജീവിതത്തിൽ സൂപ്പർ സക്സസ്ഫുൾ ആകാനായിട്ട് മൈൻഡ് പവർ കൊണ്ട് കഴിയും എന്നുള്ളത് ഉറപ്പാണ്. മാമിൻ്റെ യൂട്യൂബ് ചാനൽ എടുത്ത് നോക്കുകയാണെങ്കിൽ പലരും ടീച്ചർ അമ്മ എന്ന് വിളിച്ച് കാണുന്നുണ്ട്. അപ്പം ഏതൊരു പ്രൊഫഷനിൽ നിന്നാണ് ഈ 2019 ഈ അസുഖം വന്നു എന്ന് പറഞ്ഞല്ലോ കോവിഡ് സമയത്ത്, അപ്പം ഏതൊരു പ്രൊഫഷനിൽ നിന്നാണ് ഇതിലേക്ക് കടന്നത്? ഒപ്പം തന്നെ ഹിന്ദിയിൽ മാം ക്ലാസ് എടുത്തിരുന്നു എന്ന് പറഞ്ഞു. എങ്ങനെ ഫ്ലുവൻ്റ് ആയിരുന്നോ അതോ അതും ഒരു വെല്ലുവിളിയായിട്ട് ഏറ്റെടുക്കുമായിരുന്നോ? അതെ, അതായത് ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്യായിരുന്നു എന്ന് പറഞ്ഞല്ലോ. കോവിഡ് സമയത്ത് ജോലി നഷ്ടപ്പെട്ടു. ടീച്ചറായിരുന്നു, ഹൈസ്കൂളിൽ കുട്ടികളെ 10th കെമിസ്ട്രി പഠിപ്പിച്ചുകൊണ്ടിരുന്ന ടീച്ചറായിരുന്നു. അപ്പോൾ കോവിഡ് സമയത്ത് കുറേ ടീച്ചേഴ്സിനെ ഒഴിവാക്കിയ കൂട്ടത്തിൽ നമുക്കും ആ ഒരു ജോലി നഷ്ടപ്പെടുമായിരുന്നു. പിന്നീട് ഞാൻ ഹിന്ദിയിലേക്ക് വന്നിച്ചാൽ ഹസ്ബൻഡ് ആർമിയിലായിരുന്നു. അപ്പോൾ അത്യാവശ്യം ഹിന്ദിയിൽ ഫ്ലുവൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. പക്ഷെ നമ്മൾ പറയില്ലേ, നമുക്ക് അങ്ങനെ ഒരു വലിയ ധർമ്മം ക്ലാസ് മുറിയിലുള്ളൊരു 40-45 കുട്ടികളിൽ നിന്ന് ഈ ലോകത്തിന് വെളിച്ചമാകുന്ന രീതിയിൽ വരണമെന്നുള്ള യൂണിവേഴ്സിൻ്റെ ആ ഒരു തീരുമാനം കൊണ്ടാകാം ഞാൻ വീഡിയോസ് ഇടുന്നു. ആ വീഡിയോസ് എല്ലാം നല്ല രീതിയിൽ വ്യൂസ് കിട്ടുന്നു, ഒരുപാട് പേര് കണക്റ്റ് ആവുന്നു, ക്ലാസ്സിൽ അത്രത്തോളം സ്റ്റുഡൻസ് വരുന്നപ്പോൾ നമുക്ക് ഹിന്ദി അത്ര ഫ്ലുവൻ്റ് അല്ലെങ്കിൽ പോലും അവർ പറയുന്നുണ്ട് ഒരു കേരള മലയാളിയായിട്ട് കൂടി മാമിന് ഇത്രയും നന്നായിട്ട് പറയാം, അവർ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു. അപ്പോൾ അവർക്ക് ആ ഒരു ഹിന്ദിയെ അവരെ അക്സെപ്റ്റ് ചെയ്യിക്കും. ഫ്ലുവൻ്റ് ഒന്നും അല്ലായിരുന്നു. ആദ്യത്തെ വീഡിയോസ് ഒക്കെ എടുത്ത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ചിരി അത്രത്തോളം ഇതായിരുന്നു. പക്ഷെ ഞാൻ അതിനെ ഒന്നും കാര്യമാക്കിയില്ല. കാര്യം നമ്മുടെ ലാംഗ്വേജോ കാര്യങ്ങളോ ഒന്നുമല്ല. നമ്മൾ മനസ്സുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു ലാംഗ്വേജും കാര്യങ്ങളും ഒന്നും ഒരു പ്രശ്നമല്ല. അപ്പോൾ അവരതിനെ അക്സെപ്റ്റ് ചെയ്തു. അങ്ങനെയാണ് നമുക്ക് ലാംഗ്വേജും കാര്യങ്ങളൊന്നും പ്രശ്നമില്ലാതെ പിന്നീട് ഈ ഒരു രീതിയിലേക്ക് വന്നത്. ഇപ്പോൾ സ്ത്രീകളെ എടുത്ത് നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഡെലിവറിക്ക് ശേഷം ജോലിക്ക് പോകാൻ സാധിക്കാത്ത ഒരുപാട് സ്ത്രീകളുണ്ട്. കുടുംബവും കുട്ടികളും ജോലിയും എല്ലാം കൂടെ ഒരുപോലെ ബാലൻസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് സ്ത്രീകളെ. എല്ലാം ബേർഡനും സ്ത്രീകൾക്ക് മാത്രമായി ചുരുങ്ങുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ തൊഴിൽ ചെയ്യാൻ സാധിക്കാത്ത സ്ത്രീകളില്ലേ, അവരോട് മാമിന് എന്താണ് പറയാനുള്ളത്? അതായത് സ്ത്രീകൾ ഒരുപാട് പൊട്ടൻഷ്യൽ ഉള്ളവരാണ്, ഒരുപാട് കഴിവുകളുണ്ട്. നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സ്ത്രീകൾ ബിടെക്കും എംടെക്കും കഴിഞ്ഞിട്ട് അടുക്കളയുടെ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങി ജീവിച്ച് സ്വയം പഴിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് സ്ത്രീകൾ ഉണ്ട്. മേ ബി അവരുടെ ലൈഫ് പാർട്ട്ണർ സപ്പോർട്ടീവ് ആയിരിക്കില്ല, അല്ലെങ്കിൽ ഹസ്ബൻഡ് ഫാമിലി മെമ്പേഴ്സ് സപ്പോർട്ടീവ് ആയിരിക്കില്ല, സ്വന്തം വീട്ടിൽ നിന്ന് ഒരു സപ്പോർട്ട് കിട്ടില്ല. എങ്ങും ഒരു സപ്പോർട്ട് ഇല്ലാതെ ഇവർ പലതരത്തിലുള്ള മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകണം. കോൺഫിഡൻസ് ഇല്ല, ജോലിക്ക് പോകണം, ഒരു ഇൻ്റർവ്യൂ എങ്ങനെ അറ്റൻഡ് ചെയ്യണം, ആത്മവിശ്വാസത്തോടെ എങ്ങനെ ഇൻ്റർവ്യൂ ബോർഡിനെ നേരിടണം, ഇതിനെക്കുറിച്ച് അവർക്കറിയില്ല. അതുപോലെ തന്നെ ഇവർക്ക് ജോലിക്ക് പോയി കഴിഞ്ഞാൽ തന്നെ പലതരത്തിലുള്ള സ്ട്രെസ്സും ടെൻഷനുമായിട്ട് എല്ലാം മാനേജ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. ഇങ്ങനെ പലതരത്തിലുള്ള അവസ്ഥയിൽ അതുപോലെ ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. പലരുടെയും പ്രശ്നം ലാക്ക് ഓഫ് ക്ലാരിറ്റി, എന്ത് ചെയ്യണമെന്നറിയില്ല. ക്ലാരിറ്റി ഇല്ലാത്തൊരവസ്ഥ. എന്ത് ബിസിനസ് തുടങ്ങണം, എന്താണ് എൻ്റെ കഴിവ്, എന്താണ് എൻ്റെ ലൈഫ് പർപ്പസ്, എൻ്റെ പാഷനാണോ, ഇതെനിക്ക് ചെയ്താൽ വിജയിക്കുമോ, ഒന്നും അറിയാത്തൊരവസ്ഥ. അപ്പോൾ ശരിക്കും നമുക്ക് അവിടെ ഒരു കോച്ച് ലൈഫിൽ വേണ്ടത് നമ്മളൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റിലേക്ക് എത്തിയെങ്കിൽ മാത്രമേ മൈൻഡിന് ക്ലാരിറ്റി കിട്ടത്തുള്ളൂ. പലരുടെയും പ്രശ്നം നെഗറ്റീവായിട്ടുള്ള മൈൻഡ് സെറ്റ്. അപ്പോൾ ഈ നെഗറ്റീവ് മൈൻഡ് സെറ്റിൽ നിൽക്കുമ്പോൾ മനസ്സിന് ഒരു ക്ലാരിറ്റി ഇല്ല, പ്രശ്നങ്ങളിൽ പെട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്കൊരു ക്ലാരിറ്റി ഇല്ല, എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. അപ്പോൾ നമ്മുടെ സിൽവർ മെമ്പർഷിപ്പ് ക്ലാസ്, നമുക്ക് 3 തരത്തിലുള്ള ക്ലാസ്സാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ സിൽവർ മെമ്പർഷിപ്പ് ക്ലാസ് ഉണ്ട്. ഇതിൽ മെയിനായിട്ട് പഠിപ്പിക്കുന്നത് മൈൻഡ് ടു റീപ്രോഗ്രാമിംഗ് ആണ്. മൈൻഡ് ടു റീപ്രോഗ്രാമിംഗ് എന്ന് പറയുമ്പോൾ മനസ്സിനകത്തുള്ള ഇംപ്യൂരിറ്റീസ് എല്ലാം എടുത്തു കളഞ്ഞ് മനസ്സിനെ ക്ലിയർ ആക്കുന്ന പ്രോസസ്സാണ്. അങ്ങനെ ക്ലാരിറ്റി വന്നു കഴിയുമ്പോൾ ഇവർക്ക് കറക്റ്റ് ഐഡിയ വരാൻ തുടങ്ങും, എനിക്ക് ഇന്നത് ചെയ്യണം. അപ്പോൾ ഞാനുമായിട്ടിരുന്നൊരു 1-to-1 സംസാരിക്കുമ്പോൾ ഇവർക്ക് മനസ്സിലാവും, എനിക്ക് കറക്റ്റായിട്ടൊരു ഐഡിയ കിട്ടും, ഇവർക്ക് ഇന്നതാണ് പാഷൻ, ഇത് ചെയ്താൽ ഇവർ വിജയിക്കും. അത് കറക്റ്റായിട്ട് സജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ ബിസിനസ് ആണെങ്കിൽ അവർക്കത് പറഞ്ഞു കൊടുക്കുന്നു, ഇന്നത് ചെയ്യും. ശരിക്കും അവരത് ചെയ്യുമ്പോൾ അവർക്ക് ആ ഒരു ലെവലിൽ സക്സസ് കിട്ടുകയാണ്. ഇന്ന് കേരളത്തിൽ നിരവധി സ്ത്രീകൾ പുതിയ സംരംഭങ്ങൾ തുടങ്ങി സൂപ്പർ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ സ്ത്രീകളെ മാത്രമല്ല പുരുഷന്മാരും. ഞാൻ കൂടുതലും സ്ത്രീകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഞാനൊരു സ്ത്രീ ആയതുകൊണ്ടാണ്. കാര്യം എൻ്റെ ലൈഫിൽ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ, സാധാരണ ഒരു ജോലി നഷ്ടപ്പെടുമ്പോൾ ഞാൻ ഒരുപാട് വാതിലുകൾ മുട്ടി നോക്കി, ഒരു വാതിലും എൻ്റെ മുന്നിൽ തുറന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു, എന്തുകൊണ്ട് സ്വയം ഒരു വാതിൽ എനിക്ക് ക്രിയേറ്റ് ചെയ്തുകൂടാ? ആ ഒരു എംപ്ലോയിയിൽ നിന്നും ഇന്ന്
ഒരു ഓൺട്രപ്രണറിലേക്ക് എത്തി. നിരവധി പേർക്ക് സാലറി കൊടുക്കുന്ന ലെവലിലേക്ക് ഉയർന്നു വരാനായിട്ട് എനിക്ക് കഴിഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊന്നും വലിയ റോക്കറ്റ് സയൻസ് ഒന്നുമല്ല. ഏതൊരു സ്ത്രീക്കും വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരാഗ്രഹിക്കുന്ന ലെവലിലേക്ക് എത്താൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അവർക്ക് കൊടുക്കേണ്ടത് ഒരു കൈത്താങ് മാത്രമാണ്. അപ്പോൾ അങ്ങനെ ഒരു കൈത്താങ് കൊടുക്കുക. അപ്പോൾ സിൽവർ ക്ലാസ്സിൽ ഈ പറയുന്ന മൈൻഡ് പ്യൂരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് അവർക്ക് ആ ഒരു ക്ലാരിറ്റി വരും. ഈ പറഞ്ഞ 24/7 ഹാപ്പിനെസ്സിലേക്ക് അവർ എത്താൻ വേണ്ട 30 ഡേയ്സ് ചാലഞ്ചും കാര്യങ്ങളൊക്കെ കൊടുത്ത് അവരെ ആ ലെവലിലേക്ക് എത്തിക്കും. സിൽവറിനെ കുറിച്ചാണ് സിൽവർ കഴിഞ്ഞിട്ട് പിന്നെയുള്ളത് ഗോൾഡ് മെമ്പർഷിപ്പ് ക്ലാസ്. അതിനകത്ത് ഹീലിംഗ് ആണ്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും ജനറലി ഒരുപോലെ പ്രശ്നങ്ങളായിരിക്കില്ല. ചിലർക്ക് ഇന്നർ ചൈൽഡ് ഇഷ്യൂസ് ഉണ്ടായിരിക്കാം. ചെറുപ്പത്തിലേറ്റ ബാല്യകാലത്തിലേറ്റ മുറിവുകൾ അവരുടെ മനസ്സിലുണ്ടെങ്കിൽ അവർ എത്ര ശ്രമിച്ചാലും മേ ബി അവർക്ക് ഹാപ്പിനെസ്സിലേക്ക് എത്താൻ പറ്റില്ല. അല്ലെങ്കിൽ കുറേയധികം ഇഷ്യൂസ്, ചക്ര ബ്ലോക്ക് ഒക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ ഒരുപാട് ഹീലിംഗ് മെത്തേഡ്സ് ആണ് ഈ ഗോൾഡ് മെമ്പർഷിപ്പ് ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത്. അത് മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ ആ ഒരു ഹയർ ലെവൽ, അത് കുറച്ചുകൂടെ അഡ്വാൻസ്, സിൽവറിനെക്കാട്ടും കുറച്ചുകൂടെ അഡ്വാൻസ് ലെവലാണ് ഗോൾഡ് മെമ്പർഷിപ്പ് ക്ലാസ് വരുന്നത്. പ്ലാറ്റിനം എന്ന് പറയുമ്പോൾ ഏറ്റവും സൂപ്പർ ഹൈ ലെവലിൽ വരുന്ന ക്ലാസ്സാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ ഒരു ക്ലാസ് വന്നു, അറ്റൻഡ് ചെയ്തു, പോയി. പിന്നീട് നമ്മൾ ചിലപ്പോൾ അവരെ കുറേ നാൾ കഴിഞ്ഞായിരിക്കും കാണുന്നത്. പ്ലാറ്റിനം എന്ന് പറയുമ്പോൾ ലൈഫ് ലോങ് മെൻറ്റർഷിപ്പാണ്. അവരെ നമ്മുടെ കൂടെ നിർത്തി ആ ഒരു പ്ലാറ്റിനത്തിൽ ജോയിൻ ചെയ്യുന്ന സ്റ്റുഡൻറ്റിനെ ലൈഫ് ലോങ് അവർക്ക് ഞാൻ മെൻറ്ററായിട്ട് കൂടെ നിൽക്കും. നമുക്കറിയാം ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വരും. ആ പ്രശ്നം വരുമ്പോൾ എനിക്ക് എൻ്റെ ഒരു മെൻറ്ററുണ്ട്, ഒന്ന് കോൾ ചെയ്ത് മാമിനോടൊന്ന് സംസാരിച്ച് കഴിയുമ്പോൾ ഒരു സജഷൻ തന്നു കഴിയുമ്പോൾ ഒന്ന് കൈത്താങ്ങ് കൊടുത്താൽ മതി. അവർക്കത് ആ പ്രശ്നത്തെ തരണം ചെയ്ത് മുന്നോട്ട് വരാൻ പറ്റും. ഇപ്പോൾ എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് പെട്ടെന്ന് നിന്ന നിപ്പിൽ മകന് അവർക്ക് നഷ്ടപ്പെടുകയാണ് ഒരു സൂയിസൈഡ്. ആ ഒരു സമയത്തൊന്ന് ആലോചിച്ച് നോക്കി. ഒരു മനുഷ്യൻ തളർന്നു പോകേണ്ടത് എൻ്റെ അങ്ങേ അറ്റമാണ്. പുള്ളിക്കാരി എന്നെ വിളിക്കുകയാണ്. നമ്മൾ ആ ഒരു സമയത്ത് ആ ഒരു ഹോൾഡ് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ചെറിയ കാര്യം. അപ്പോൾ ഇതുപോലെ നമുക്ക് ലൈഫിൽ എന്തൊക്കെ സിറ്റുവേഷൻസ് വരും, നമുക്ക് അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ അവർക്ക് എന്താണോ അവരുടെ സിറ്റുവേഷൻ. അപ്പോൾ ചിലപ്പോൾ ബിസിനസ്സിൽ ഒരു ലോസ് വരികയാണ്, അല്ലെങ്കിൽ അവരുടെ ജോലിയിൽ ഒരു പ്രോബ്ലം വരും. എന്ത് വന്നാലും ഒരു കോളിനപ്പുറം എൻ്റെ ടീച്ചറമ്മ എനിക്ക് വേണ്ടി ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം. ശരിക്കും ആ ഒരു ബിലീഫ് തന്നെ വലിയൊരു കൺസെപ്റ്റാണ്. ഇപ്പോൾ കേരളത്തിൽ തന്നെ ഇങ്ങനെ ലൈഫ് ലോങ് മെന്റർഷിപ്പ്, അതും ഒരു എല്ലാവർക്കും റീസണബിൾ ആയിട്ട് കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഇല്ല, ഇത് ഈ ഒരു പ്രൈസിലൊന്നും ആർക്കും കൊടുക്കാൻ പറ്റില്ല. കാര്യം ഞാൻ വിചാരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരു മെന്ററോ ഒരു സപ്പോർട്ടോ ഇല്ല. അപ്പോൾ എനിക്ക് എന്ത് കിട്ടിയില്ല അത് മറ്റുള്ളവർക്ക് കൊടുത്ത് അവരെ കൂടെ നിർത്തുക. അപ്പോൾ അവർക്ക് ജോലി മാനിഫെസ്റ്റ് ചെയ്യണം, അതിന് സഹായിക്കുക. അല്ലെങ്കിൽ ജോലിയിൽ ഉയർച്ച നേടണം, അതിന് സഹായിക്കുക. അല്ലെങ്കിൽ ബിസിനസ് തുടങ്ങണം, ബിസിനസ്സിനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകണം. അവർക്ക് എന്താണ് ആവശ്യം, അത് സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും അവരെ സഹായിക്കുക, ലൈഫ് ലോങ് കൂടെ നിർത്തി അവരെ വിജയിക്കാൻ സഹായിക്കുക. അപ്പം ഈ പ്ലാറ്റിനത്തിൽ ജോയിൻ ചെയ്തേക്കുന്ന മെമ്പേഴ്സ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ അവർ എനിക്കൊപ്പം രാവിലെ ഒരു മെഡിറ്റേഷനും യോഗ പ്രാക്ടീസും ഒരുപാട് മോർണിംഗ് പ്രാക്ടീസ് ഉണ്ട്. അന്നത്തെ ദിവസം അവരെന്തൊക്കെയാണ് ചെയ്യേണ്ടത് എല്ലാം രാവിലെ തന്നെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് രാവിലെ തന്നെ ഹൈ എനർജിയിലൊന്ന് ആലോചിച്ച് നോക്കി. ഒരു ദിവസം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ യോഗയും മെഡിറ്റേഷനും ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ഫുൾ ഹൈ എനർജിയിലാണ് അവർ ഒരു ദിവസം എന്നോടൊപ്പം സ്റ്റാർട്ട് ചെയ്തത്. പിന്നീട് നിരവധി ക്ലാസ്സുകളും എൻഡ് ചെയ്യുമ്പോൾ രാത്രിയിലും അതുപോലെ ക്ലാസ് ഉണ്ട്. അപ്പോൾ ഒരു ഡേ ഫുൾ എന്നോടൊപ്പം ഇരിക്കുന്ന 24/7 ഹാപ്പിനെസ്സിലിരിക്കുന്ന എന്നോടൊപ്പം ഇരുന്ന് കഴിയുമ്പോൾ അവരുടെ ഫ്രീക്വൻസി ഹൈ ആകണം. ആ ഫ്രീക്വൻസി ഹൈ ആകുമ്പോൾ തന്നെ അവർ സ്വപ്നത്തിൽ വിചാരിക്കാത്ത കാര്യങ്ങളാണ് നടക്കുന്നത്. UK-ലുള്ള ഒരു സ്റ്റുഡൻറ്റ് ഈ ഇടയ്ക്ക് പറഞ്ഞത്, ടീച്ചറമ്മ എൻ്റെ സാലറി 4 lakhs ആയിരുന്നു. ടീച്ചറമ്മയുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് വിത്തിൻ 1 or 2 months ഇന്നത് 8 lakhsലേക്ക് എത്തി. അപ്പം അവരുടെ ബിസിനസ് ചിലപ്പോൾ ഏറ്റവും 1000-2000 രൂപയൊക്കെ ആഴ്ച 2 നേടിക്കൊണ്ടിരുന്നവർ ഇന്ന് ദിവസം ലക്ഷങ്ങൾ ഏൺ ചെയ്യുന്ന ലെവലിലേക്ക് ദിവസം. അപ്പം നമ്മുടെ ഹാപ്പിനെസ് ആണ് ഏറ്റവും പ്രധാനം. നമ്മുടെ ആ ഒരു സന്തോഷം വർദ്ധിപ്പിച്ച് നമ്മുടെ ഫ്രീക്വൻസി വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ മേഖലയിലും വളരെ പെട്ടെന്ന് ഹ്യൂജ് റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ക്ലാസ് എടുക്കുന്നുണ്ടല്ലോ. കൂടുതലും ഓൺലൈനായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ റീച്ച് വരുന്നത് ഏതാണ്? അതായത് ആൾക്കാരിലേക്ക് കൂടുതൽ അടുത്ത് ഇടപഴകുമ്പോഴാണോ അതോ ഇപ്പോൾ ഈ ഓഫ്ലൈനായിട്ട് ക്ലാസ് എടുക്കുമ്പോഴാണോ? കൂടുതൽ എനിക്ക് പേഴ്സണലി ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈനായിട്ട് ഡയറക്റ്റ് കണ്ട് എടുക്കുന്നത് എനിക്ക് ഇഷ്ടമാണ്. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെയുള്ള ക്ലാസ്സുകൾ എടുക്കാറുണ്ട്. പക്ഷേ എൻ്റെ സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ വേൾഡ് വൈഡ് ആണ്. മലയാളികൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെ നിന്നെല്ലാം നമുക്ക് സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ അവർക്കെല്ലാം കണക്റ്റ് ആവണമെങ്കിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോം ആയിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ അങ്ങനെ കണക്റ്റ് ആകുമ്പോൾ ശരിക്കും നമുക്ക് ഓൺലൈൻ ക്ലാസ് ആണ് കൊടുക്കാനായിട്ട് പറ്റുക. അപ്പോൾ അങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ മുതിർന്നവർക്ക് കൂടാതെ കുട്ടികൾക്കും ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. കിഡ്സിന് പ്രത്യേകമുണ്ട്, ടീനേജിന് പ്രത്യേകമുണ്ട്. നമുക്കറിയാം പണ്ടത്തേക്കെന്ന് പറഞ്ഞാൽ കൂട്ടുകുടുംബങ്ങളിൽ ഉണ്ടായിരുന്ന പോലത്തെ അല്ല ഇപ്പോൾ അണുകുടുംബങ്ങളിലുള്ള അവസ്ഥ. പേരൻസിന് അവരോട് ഒന്ന് സംസാരിക്കാൻ പോലും സമയമില്ലാത്ത അവസ്ഥയാണ്. കുഞ്ഞുങ്ങൾ നിരവധി പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ അവർക്കൊരു പ്രശ്നം വരുമ്പോൾ ടീച്ചറമ്മ എനിക്ക് ഇങ്ങനെ ഒരു ഇഷ്യൂ ആണ്, അപ്പോൾ അതൊന്ന് സോൾവ് ചെയ്ത് കൊടുത്ത് ഇന്ന് പലതരത്തിലുള്ള അഡിക്ഷനിലൂടെ കടന്നു പോകുന്ന കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ ആ അഡിക്ഷൻസ് ഒക്കെ അവരെ എങ്ങനെ മറികടക്കാനായിട്ട് അതൊക്കെ എന്തൊക്കെ ചെയ്യണം, ആ ഒരു പ്രശ്നങ്ങളിൽ നിന്ന് കരകയറാനായിട്ട്, അതുപോലെ അവർ നേരിടുന്ന ടീനേജേഴ്സ് എസ്പെഷ്യലി നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ കരകയറാൻ ടീച്ചർ ആയതുകൊണ്ടാവും എനിക്ക് പ്രത്യേക വാത്സല്യമാണ് കുട്ടികളോട്. അതുകൊണ്ടാണ് ഞാൻ അവർക്കും സ്പെഷ്യൽ ക്ലാസ്സുകൾ വെച്ചിരിക്കുന്നത്. അതുകൂടാതെ തന്നെ സെലിബ്രിറ്റീസിന് കോച്ചിങ് കൊടുക്കുന്നുണ്ട്, ബിസിനസ്സുകാർക്ക് കോച്ചിങ് കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് നമ്മുടെ ക്ലാസ്സുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ കൗമാരക്കാർ
കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കോഴിക്കോട് ഒരു കുട്ടി റീൽസ് ചിത്രീകരിക്കുന്നതിനിടെ മരിക്കുന്നൊരു സംഭവം ഉണ്ടായി. അതുപോലെ റീൽസിന് ലൈക്കില്ല, മുഖക്കുരു വന്നു, മുടി കൊഴിയുന്നു, അപ്പുറത്തെ വീട്ടിൽ കാർ മേടിച്ചാൽ നമുക്ക് കാറില്ല അല്ലെങ്കിൽ വീടില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സങ്കടപ്പെടുന്ന സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും തൊഴിൽ കിട്ടിയില്ല പഠിച്ചിട്ടും എന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്ന ഒരുപാട് പേരെ കാണുന്നുണ്ട്. അപ്പോൾ ഇത്തരക്കാരോട് മാം ഇപ്പോൾ 3 വർഷമായി ഈ മേഖലയിൽ ഗ്ലോബലി ഒരുപാട് പേരുടെ പ്രശ്നങ്ങൾ കേട്ടു. അതിൽ ഒരാളെ എടുത്ത് വെച്ചിട്ട് ഇന്ന ആളുടെ പ്രശ്നം നോക്കുമ്പോൾ നിങ്ങളുടെ പ്രശ്നം ഒന്നുമല്ല എന്ന് തോന്നിപ്പോകുന്ന ഒരനുഭവം പങ്കുവയ്ക്കാം. തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഇപ്പം അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ മൈൻഡ് പവറിനെ കുറിച്ച് അവർക്ക് അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ്. കാര്യം ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിന് അത്രയും പവറുണ്ട്. ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും റിച്ചസ്റ്റ് പേഴ്സൺ ആയിട്ടുള്ള ഇലോൺ മസ്കിനെ എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിന് എത്ര പവറുണ്ട്, അത്രയും പവർ നമുക്കും ഉണ്ട്, അത്രയും കാശുണ്ടാക്കാൻ നമുക്കും പറ്റും. പക്ഷെ നമ്മളത് കറക്റ്റായിട്ട് യൂസ് ചെയ്യുന്നില്ല. അതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാത്ത ആൾക്കാരാണ് മറ്റുള്ളവരുടെ സക്സസ് കാണുമ്പോൾ അതിൽ അസൂയ തോന്നുകയും എനിക്കൊന്നും പറ്റുന്നില്ലല്ലോ, ഈ ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡും അതിനൊരു ഇതാകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മനഃശക്തിയെക്കുറിച്ച് പഠിക്കുക. ഒരുപാട് സെൽഫ് ഹെൽപ്പ് ബുക്സ് ഇന്ന് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളതൊക്കെ വായിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പവർ ശരിക്കും ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കും ഏത് ഹൈറ്റ്സും അച്ചീവ് ചെയ്യാൻ പറ്റും. ഞാനൊരു സ്കൂൾ ടീച്ചറായിട്ട് ഒരു ചെറിയ സാലറി, ഒരു 7,000 രൂപ സാലറിയിൽ നിന്നൊരു സ്കൂൾ ടീച്ചറാണ്. അപ്പോൾ ഇന്ന് ഈ ഒരു ലെവലിലേക്കൊക്കെ എത്താനായിട്ട് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ശരിക്കും പറഞ്ഞാൽ മൈൻഡ് പവർ കറക്റ്റായിട്ട് യൂസ് ചെയ്തത് കൊണ്ടാണ്. അപ്പോൾ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് മറ്റുള്ളവരുടെ സക്സസ്സിലേക്ക് നോക്കി അവരെന്ത് ചെയ്യുന്നു, അപ്പോൾ എനിക്കത് നേടാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു നെഗറ്റീവ് ഫീലിംഗ് മാറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചിന്തിക്കാം. നമുക്ക് നമ്മുടെ ലൈഫിൽ സക്സസ്ഫുൾ ആകാനായിട്ട് അതിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും. ആവശ്യമില്ലാതെ നമുക്കറിയാം ടൈമാണ്, ടൈം ഈസ് എവറിത്തിങ്. ആവശ്യമില്ലാത്ത സമയം റീൽസ് കണ്ടും ഇതും കണ്ട് ടൈം വേസ്റ്റ് ചെയ്യാതെ നമ്മുടെ സമയത്തെ കൃത്യമായിട്ട് യൂസ് ചെയ്ത് നമ്മൾ ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്യുക, ഗോൾസ് സെറ്റ് ചെയ്യുക. ആ ഗോൾസിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ കൃത്യമായിട്ട് അതിനുവേണ്ടി നമ്മുടെ ടൈം യൂസ് ചെയ്ത് നമ്മൾ അതിനുവേണ്ടി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉയർച്ചയിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ എല്ലാവരോടും പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജീവിതത്തിൽ നമ്മൾ എന്താഗ്രഹിക്കുന്നു ആ ലെവലിലേക്ക് ഏവർക്കും എത്താനുള്ളൊരു കഴിവുണ്ട്. നമുക്കതിന് വേണ്ട നമ്മളെ കൈപിടിച്ച് നടത്താനായിട്ട് സഹായിക്കുന്ന ഒരു മെൻറ്റർ അല്ലെങ്കിൽ ഒരു ഗൈഡാണ്. അപ്പം നിങ്ങൾ അങ്ങനെയുള്ളൊരു ഗൈഡിലേക്ക് കണക്റ്റ് ആവും. യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ സുജ ആർ മോഹൻ എന്ന നമ്മുടെ ചാനൽ കിട്ടും. അതിലേക്ക് കയറി കഴിഞ്ഞാൽ 28 ഡേയ്സ് മാജിക് പ്രാക്ടീസ് എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ക്ലാസ് തന്നെ അത് ഫ്രീ ആയിട്ട് യൂട്യൂബിൽ ഇട്ടേക്കുന്ന വീഡിയോസ് അത് 28 ഡേയ്സ് എടുത്തു കഴിയുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും ടീച്ചർമ്മ പറയുന്നത് ശരിയാണ്, അത്രയും ലൈഫിൽ മാറ്റങ്ങൾ വരികയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നീട് അവർ മെല്ലെ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്തു. അപ്പോൾ അതല്ല, അതിൻ്റെയൊക്കെ ഒരു 1000 ഇരട്ടി റിസൾട്ട് കിട്ടുന്നു. അപ്പോൾ കൃത്യമായിട്ട് നമ്മളൊരു ഗുരുവിൻ്റെ കീഴിൽ പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് ലൈഫിൽ സക്സസ്ഫുൾ ആകുക എന്ന് പറയുന്നത് വളരെ ഈസിയാണ്. മാം ഇപ്പോൾ ഇത് കാണുന്ന സാധാരണക്കാരായിട്ടുള്ള പ്രേക്ഷകർ, അപ്പോൾ മാമിനെ സിമ്പിളായിട്ട് അവർക്ക് എങ്ങനെ, എല്ലാവരും പീസ് ഓഫ് മൈൻഡ് ആഗ്രഹിക്കുന്നവരാണല്ലോ, മനസ്സമാധാനം എന്നുള്ളത്, അപ്പോൾ എങ്ങനെ സമാധാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി ഇരിക്കുക, ഒരു 10 ടിപ്സ് അതിനുവേണ്ടി പറഞ്ഞു കൊടുക്കാം. തീർച്ചയായിട്ടും നമുക്ക് സന്തോഷമായിട്ടിരിക്കണമെങ്കിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ചിന്തയാണല്ല, നമ്മുടെ ചിന്തകൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് നോക്കുക. പലരും ചിന്തിക്കുന്നത് നമ്മുടെ ലൈഫിലെ ഇല്ലായ്മകളെക്കുറിച്ച്. നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ ലൈഫിൽ എന്തോരം ബ്ലെസ്സിങ്സ് ഉണ്ട്, എന്തോരം അനുഗ്രഹങ്ങളുണ്ട്. എത്രയോ പേരുടെ സ്വപ്ന ജീവിതമാണ് നമ്മളിന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്, നമുക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. പല കാര്യങ്ങളും ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. വീടുണ്ട്, നല്ല ഫാമിലിയുണ്ട്. പക്ഷേ എല്ലാവരും ഫോക്കസ് ചെയ്യുന്ന എന്തിലേക്കാണ്? എൻ്റെ ലൈഫിൽ എന്തില്ല എന്നുള്ളതിലേക്കാണ്. ലൈഫിൽ 95% കാര്യങ്ങൾ നല്ലതായിരിക്കും. എവിടെയെങ്കിലും ഒരു ചെറിയ എന്തെങ്കിലും ഒരു ഇല്ലായ്മയുണ്ടെങ്കിൽ ഏതു സമയം അതിനെപ്പറ്റി ചിന്തിച്ച് വിഷമിച്ചു കൊണ്ടിരിക്കും. തിരിച്ച് നമുക്കുള്ള സൗഭാഗ്യങ്ങൾക്ക് ദൈവത്തിന് നന്ദി പറയുക. ദൈവമേ, എനിക്ക് നല്ല സന്തോഷമുള്ളൊരു കുടുംബജീവിതം തന്നനുഗ്രഹിച്ചതിന് നന്ദി ദൈവമേ, എനിക്ക് ആരോഗ്യമുള്ളൊരു ശരീരമുള്ളതിന് നന്ദി ദൈവമേ, എനിക്ക് നല്ലൊരു ലൈഫ് പാർട്ട്ണർ ഉള്ളതിന് നന്ദി ദൈവമേ, എനിക്ക് നല്ല മക്കളുള്ളതിന് നന്ദി ദൈവമേ, എനിക്ക് 3 നേരത്തെ അന്നം ലഭിക്കുന്നതിന് നന്ദി ദൈവമേ. ഇങ്ങനെ ഉള്ളതിന് നന്ദി പറയുമ്പോൾ കൂടുതൽ കൂടുതൽ സന്തോഷവും സമ്പൽ സമൃദ്ധിയും നമ്മുടെ ലൈഫിലേക്ക് വന്നു ചേരും. അപ്പം നമ്മൾ ഒരിക്കലും മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യും, മറ്റുള്ളവരെ ക്രിട്ടിസൈസ് ചെയ്യും, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഓർത്ത് കരയുകയും ചെയ്യുന്നതിന് പകരം നമ്മൾ ഈ ഗ്രാറ്റിറ്റ്യൂഡിലേക്ക് ഫോക്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ നന്ദി പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്ലെസ്സിങ്സ് വർദ്ധിക്കും. എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മളിൽ ഹാപ്പി ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. അത് നമ്മളെപ്പോഴും സന്തോഷമായി ഇരിക്കാനായിട്ട് സഹായിക്കും. അപ്പോൾ നമ്മുടെ ഈ ചാനലിൽ കയറിയിട്ട്, സുജാർ മോഹൻ ചാനലിൽ കയറിയിട്ട് വീഡിയോസൊക്കെ ചെക്ക് ചെയ്യുകയാണെങ്കിൽ മനസ്സിലാകും നമുക്ക് എങ്ങനെയാണ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാം, അതിനുവേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡിലേക്ക്, അതുപോലെ തന്നെ ഫൊർഗീവ്നെസ് കൊടുക്കുക. നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി നമ്മളെ വിഷമിപ്പിച്ച ആൾക്കാരുണ്ടാവും. അവരോടൊക്കെ നമ്മൾ ക്ഷമിച്ചു കൊടുക്കാൻ തയ്യാറാവും. പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഞാൻ ജന്മത്തെ ക്ഷമിക്കില്ല, അവരെന്നെ അത്രയും വേദനിപ്പിച്ചിട്ടുണ്ട്, എന്നെ ചീറ്റ് ചെയ്ത് കടന്നുപോയി.
ഈ വേദന നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കുമ്പോൾ നമ്മളെ ചീറ്റ് ചെയ്തിട്ട് കടന്നുപോയി അവർ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു. നമ്മൾ ഇന്നും അതിൻ്റെ ആ ഒരു വേദന പേര് നമ്മളൊരു മെഴുകുതിരി ഉരുകുന്ന പോലെ ഉരുകി 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 പോയിക്കൊണ്ടിരിക്കുക. നശിക്കുന്നത് നമ്മുടെ ജീവിതമാണ്. അപ്പോൾ ആ ഫൊർഗീവ്നെസ് ഒക്കെ കൊടുത്ത് മനസ്സിലുള്ള കണ്ടാമിനേഷൻസ് നീക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ആ ഹാപ്പിനെസ്സിലേക്ക് എത്താൻ പറ്റൂ. അപ്പോൾ വളരെ ചെറിയൊരു ഫീസിനാണ് നമ്മുടെ സിൽവർ മെമ്പർഷിപ്പ് ക്ലാസ് ഞാൻ കൊടുക്കുന്നത്. കാര്യം എല്ലാവരും വന്ന് അതിൽ വന്ന് പ്രാക്ടീസ് ചെയ്ത് ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും ചെയ്ത് ആ 30 days ചലഞ്ചൊക്കെ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഓരോരുത്തരും പറയുന്ന ടീച്ചറമ്മേ എന്തുകൊണ്ട് ഞങ്ങൾ ടീച്ചറമ്മയെ നേരത്തെ പരിചയപ്പെട്ടില്ല, ഒരു 10 വർഷം മുമ്പ് പരിചയപ്പെട്ടെങ്കിൽ ഞങ്ങൾ ഇത്രയും സഫറിങ്സിലൂടെ കടന്നു പോകേണ്ട ഒരവസ്ഥ വരില്ലായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അതൊന്ന് പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും ഫുൾ ടൈം 24/7 ഹാപ്പിനെസ് ഗ്യാരൻറ്റീഡ് ആണ്. ഈ പറയുമ്പോൾ നമ്മുടെ ഈ ബൈബിൾ ആണെങ്കിലും ഖുറാൻ ആണെങ്കിലും അതായത് ഗീതയാണ്, ഇതൊക്കെ ആയിട്ട് നമുക്ക് വിശ്വാസമായിട്ട് ഒരുപാട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. തീർച്ചയായിട്ടും. ഇപ്പൊ ഈ ലയൺസ് അവർ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വൈറലായ ഒരു സംഭവം ഉണ്ടായിരുന്നു. എഴുതി വെച്ചിട്ട് ആ കാര്യങ്ങൾ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്തിട്ട് കുറെ കഴിയുമ്പോൾ നടക്കും എന്നുള്ള രീതിയിൽ അതുകൂടി പറഞ്ഞ് നമുക്ക് അതായത് നമ്മളിപ്പോൾ ഒരു ആഗ്രഹം മനസ്സിൽ വെക്കുകയാണ്. ഇപ്പോൾ എനിക്കൊരു BMW കാറ്, എനിക്കൊരു മാനിഫെസ്റ്റേഷൻ പറയാനുള്ളത് വെച്ചാൽ എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു BMW കാറ് മാനിഫെസ്റ്റ് ചെയ്യാന്നുള്ളത്. അപ്പോൾ BMW X7 ഞാൻ റീസെൻ്റായിട്ട് ഇപ്പോൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ആഗ്രഹം മനസ്സിൽ വെക്കുകയാണ്. അപ്പം നമ്മളൊരു BMW കാറ് കാണുമ്പോൾ എനിക്കൊരു കാർ കിട്ടിയിരുന്നു എങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കും. കുറച്ച് കഴിഞ്ഞൊരു ബെൻസ് കാർ കാണുമ്പോൾ നമ്മുടെ മനസ്സ് അതിലേക്ക് പോയി ബെൻസാണ് നല്ലത്, അല്ലെങ്കിൽ വേറൊരു മോഡൽ കാണുമ്പോൾ നമ്മുടെ മനസ്സ് ഇങ്ങനെ ഡൈവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അറിയാമല്ലോ, നമ്മുടെ മനസ്സൊരു മരഞ്ചാടി കുരങ്ങനെ പോലെയാണ്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് എഴുതി വെക്കുമ്പോൾ ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഇൻ പേപ്പർ ഇറ്റ് ഈസ് ഇൻ വേപ്പർ എന്ന് പറയും. എഴുതി വെക്കുമ്പോൾ യൂണിവേഴ്സിനോട് കൃത്യമായിട്ട് പറയുകയാണ്, ദേ എനിക്ക് യൂണിവേഴ്സ് ഇതാണ് വേണ്ടത്, കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമ്മളത് എഴുതി വെച്ച് ശരിക്കും നമ്മൾ അതിനെ അങ്ങ് ലെറ്റ് ഗോ ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് നമ്മളിലേക്ക് അത് എത്തിച്ചു തരാനായിട്ട് പ്രപഞ്ചം തന്നെ, നമ്മൾ പൗലോ കൊയ്ലോയുടെ അൽക്കെമിസ്റ്റിൽ വായിച്ചിട്ടുണ്ട്, നമ്മളൊരു കാര്യം അതിതീവ്രമായിട്ട് ആഗ്രഹിക്കുമ്പോൾ അത് നമ്മളിലേക്ക് എത്തിച്ചു തരാനായിട്ട് ഈ പ്രപഞ്ചം മുഴുവൻ ഗൂഢാലോചന ചെയ്യുമെന്നുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മളിലേക്ക് അത് പ്രപഞ്ചം എത്തിച്ചു തരും. ശരിക്കും വളരെ പവർഫുള്ളാണ് നമ്മൾ സ്ക്രിപ്റ്റ് ചെയ്യുക. നമ്മുടെ ലൈഫ് നമുക്ക് സ്ക്രിപ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ജീവിതം എങ്ങനെയായി തീരണമെന്ന് നമ്മൾ എഴുതി വെച്ചാൽ എക്സാക്ട്ലി നമുക്ക് അതിലേക്ക് ആ ഒരു ലൈഫിലേക്ക് എത്തും. ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ചിട്ടാണ് എൻ്റെ ലൈഫ് എങ്ങനെയാകണമെന്ന്. അതുപോലുള്ള ബ്യൂട്ടിഫുൾ ലൈഫിലാണ്, ഒരു ഡ്രീം ലൈഫിലാണ് ഞാൻ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് സംസാരിച്ചു പോകേണ്ട ഒരു വിഷയമാണ് ഈ മൈൻഡ് പവർ എന്നുള്ളത്. എന്തായാലും ഇത്രയും ഒരു ചെറിയ സമയം കൊണ്ട് പ്രേക്ഷകർക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായെന്നും ഞാൻ വിചാരിക്കുന്നു. ഗസ്റ്റ് ടൈമിൽ അതിഥിയായി എത്തിയതിന് നന്ദി പറയുകയാണ്. ഗസ്റ്റ് ടൈമിൻ്റെ ഇന്നത്തെ സമയം ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ആഴ്ച മറ്റൊരു അതിഥിയുമായി വീണ്ടും ഇതേ സമയം കണ്ടുമുട്ടാം.